വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ആറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ ആറാഫിലെ 53 സൂക്തങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 54 മുതലുള്ള സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ربكم الله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. ادعوا ربكم تضرعا وخفيا إنه لا يحب المعتدين. ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين. കഴിഞ്ഞ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഹൽ യൻദുറൂന ഇല്ലാ തഅ്വീലഹു എന്നായിരുന്നു ആ ചോദ്യം. നിങ്ങൾ എന്തിനെയാണ് യഥാർത്ഥത്തില് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യമായിരുന്നു അത്. അഥവാ എന്ത് പുലരുന്നതിനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഖിയാമത്തിന്റെ വേളയിലെ ഭീകരമായ ദൃശ്യങ്ങൾ പുലരുന്നതിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? മുമ്പ് അതിനെ മറന്നു കളഞ്ഞവർ അതിന്റെ പുലർച്ച വന്നെത്തുന്ന ദിവസത്തില് ഇങ്ങനെ പറയും, ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൂതന്മാർ സത്യവും കൊണ്ട് തന്നെയാണ് വന്നത്. ഖിയാമത്തില് ആളുകള് പരലോകത്തിൽ വിശ്വസിക്കുന്നു, അതിനെ സത്യമായിട്ട് അംഗീകരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ആ സമയത്ത് അവർക്ക് ഉണ്ടാവുകയില്ല എന്നതാണ്. ഇനി ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വല്ലവരുമുണ്ടോ എന്നവർ ചോദിക്കുന്നുണ്ട്. അതെല്ലാം ഞങ്ങളൊന്ന് തിരിച്ചയക്കപ്പെടുമോ, ഈ ഭൂമിയിലേക്ക് തിരിച്ചയക്കപ്പെടുമോ, എങ്കിൽ ഞങ്ങൾ മുമ്പ് ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുമായിരുന്നു. തങ്ങൾക്ക് തന്നെ അവർ നഷ്ടം വരുത്തി വെച്ചു. അവർ കെട്ടിച്ചമച്ചതെല്ലാം അവരെ വിട്ട് പോയി കളഞ്ഞിരിക്കുന്നു എന്നാണ് അള്ളാഹു അതിന് നൽകുന്ന മറുപടി. അതിനാൽ വിശ്വാസ വിശുദ്ധി ഉണ്ടാവണം, അബദ്ധങ്ങളിൽ ചെന്ന് പെട്ടുപോകരുത്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവെ കുറിച്ച് തന്നെ 54-ാമത്തെ ആയത്തിൽ വീണ്ടും പറയാണ്. ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണല്ലോ വിശ്വാസം. ഒരു കാര്യം തന്നെ പല ശൈലിയിൽ ബോധ്യപ്പെടും വരെയും അള്ളാഹു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ 6 കാര്യങ്ങൾ 54-ാമത്തെ ആയത്തില് അള്ളാഹു എണ്ണി പറയുന്നുണ്ട്. ശ്രദ്ധിക്കാം. ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. ഇന്ന റബ്ബക്കും, നിശ്ചയം നിങ്ങളുടെ റബ്ബ് ആരാണ്? അള്ളാഹു, അള്ളാഹുവാണ്. അല്ലദീ, ആരാണ് അവൻ?
ഖലഖ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, അസ്സമാവാതി വൽ അർദ് ആകാശങ്ങളും ഭൂമിയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അവനാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചത്. ഫീ സിത്തത്തി അയ്യാം 6 നാളുകൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ സുമ്മ എന്നിട്ട് ഇസ്തവ അവൻ ഉപവിഷ്ടനായി, അവൻ ഇരുന്നു, അലൽ അർഷ് സിംഹാസനത്തിന്മേൽ അവൻ ഇരിക്കുകയും ചെയ്തു. രണ്ടായി യോഷിൽ ലൈലൻ നഹാർ എന്നിട്ടൊരു പ്രാപഞ്ചിക പ്രതിഭാസത്തെ കുറിച്ച് പറയാണ്. അഹ്ഷ യോഷി അവൻ മൂടുന്നു, എന്തിനെ? അൽ ലൈല രാത്രിയെ കൊണ്ട്, അൻ നഹാറ പകലിനെ മൂടുന്നു. രാത്രിയെ കൊണ്ട് പകലിനെ മൂടുന്നു. ആര്? അള്ളാഹു മൂടുന്നു. എന്നിട്ടോ അതിന്റെ മറുവശം യത്ലുബുഹു ഹസീസ, യത്ലുബു ത്വലബ യത്ലുബു അന്വേഷിച്ച് ചെന്നു എന്നാണ് അർത്ഥം. തേടുക എന്നൊക്കെയാണ് ത്വലബ എന്ന വാക്കിന്റെ അർത്ഥം. യത്ലുബുഹു ആദ്യം അവൻ എന്താ ചെയ്തത്? രാത്രിയെ കൊണ്ട് പകലിനെ മൂടിക്കളഞ്ഞു. അങ്ങനെ പകലില്ലാതെയായി, ഇരുട്ടായി. പിന്നെ എന്താ സംഭവിക്കാം? പിന്നെ പകലുണ്ടാകും. ആ പകലോ യത്തുലുബു അത് അന്വേഷിക്കുന്നു, അത് തേടുന്നു. ഹു രാവിനെ തേടുന്നു. ഹസീസൻ എങ്ങനെ തേടുന്നത്? വളരെ ധൃതി പിടിച്ച് പകൽ രാത്രിയെ തേടി അങ്ങോട്ട് ചെല്ലുന്നു. ഇപ്പൊ പകല് ആരംഭിച്ചു കഴിഞ്ഞു. ഈ പകൽ അതിവേഗം സഞ്ചരിച്ച് രാത്രിയിലേക്ക് എത്തും, അല്ലെ? അപ്പൊ രാത്രി എന്ത് ചെയ്യും? രാത്രി പകലിനെ മൂടിക്കളയും. ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാ പറയുന്നത്. അതോട് ചേർത്ത് പറയാണ് വശംസ സൂര്യനെയും, വൽ ഖമർ ചന്ദ്രനെയും, വൻ നുജൂം നക്ഷത്രങ്ങളെയും, മുസഖറാത്തിൻ സഖറ എന്താ അർത്ഥം? അധീനപ്പെടുത്തി, കീഴ്പ്പെടുത്തി എന്നൊക്കെയാണല്ലോ. മുസഖറാത്ത് കീഴ്പ്പെടുത്തപ്പെട്ടവയാണ്. ബി അംരിഹി അവന്റെ കൽപ്പന അനുസരിച്ച് കീഴ്പ്പെടുത്തപ്പെട്ടവയായിരിക്കുന്നു എന്നാണ്. അഥവാ അവന്റെ കൽപ്പനക്ക് വിധേയമാക്കപ്പെട്ട നിലയിൽ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹു അവന്റെ കൽപ്പനക്ക് വിധേയമായ രൂപത്തിൽ സംവിധാനിച്ചു. സൂര്യൻ എങ്ങനെ ചലിക്കണം, ചന്ദ്രൻ എങ്ങനെ പ്രഭ പരത്തണം, നക്ഷത്രങ്ങളുടെ ഡ്യൂട്ടി എന്താണ്, എല്ലാം അവൻ തീരുമാനിച്ചു. അല എന്നിട്ട് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം ഉണർത്താണ്. അല അറിയുക, ലഹു അവനാണ്, അൽ ഖൽഖ് സൃഷ്ടിക്കാനുള്ള അധികാരം, വൽ അംർ കൽപ്പിക്കാനുള്ള ശാസനാധികാരവും അവന് തന്നെയാണ്. വളരെ ഗൗരവമുള്ള ഒരു വാചകമാണ്. ഈ ആയത്തിന്റെ ക്രീമാണ്. എന്നിട്ട് പറയാണ് തബാറക്കല്ലാഹ് അള്ളാഹു അനുഗ്രഹമുടയവനത്രേ, അവൻ മഹത്വപൂർണനാകുന്നു. ആരാണ് അള്ളാഹു? റബ്ബുൽ ആലമീൻ സർവലോക രക്ഷിതാവായ അള്ളാഹു മഹത്വമുടയവനാകുന്നു, അനുഗ്രഹമുടയവനാകുന്നു. വളരെ ശ്രദ്ധേയമായൊരു സൂക്തമാണ്. ആരാണ് അള്ളാഹു? അള്ളാഹുവെ അറിഞ്ഞു വിശ്വസിക്കണം എന്നല്ലേ ഖുർആൻ പറയുന്നുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിശ്ചയം അള്ളാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ദൈവസങ്കല്പവുമില്ല എന്ന് വഅലം നീ അറിയണം എന്നാ പറഞ്ഞു. വിശ്വസിക്കുന്നതിന് മുമ്പ് അറിയണമല്ലോ, അറിഞ്ഞു വിശ്വസിക്കണം, അല്ലേ? ഇവിടെ അള്ളാഹുവെ ഒന്നുകൂടി പരിചയപ്പെടുത്താണ്. ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്, അല്ലെ? ആയത്തുൽ കുർസിയിൽ പരിചയപ്പെടുത്തുന്നു, ആയത്തുൽ നൂറില്, സൂറത്തുൽ നൂറിലെ ആയത്തുൽ നൂറിൽ പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ നിരന്തരം അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുമ്പോൾ പരിചയപ്പെടുത്തലാണ്. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് വിശകലനം ചെയ്യാം. ഇന്ന റബ്ബക്കും നിശ്ചയം നിങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്. അള്ളാഹു എന്ന് പറയുമ്പോൾ ഏതോ ഒരു മതവിഭാഗത്തിന്റെ ദൈവം എന്നാണോ? അല്ല, മറിച്ച് സകല ദൈവിക ഗുണങ്ങളും ഉൾച്ചേർന്നിട്ടുള്ള ദൈവം എന്ന നിലയ്ക്ക് എന്തൊക്കെ വിശേഷണങ്ങൾ ദൈവത്തിനുണ്ടാകുമോ എല്ലാം ചേർന്ന സാക്ഷാൽ ഉടയ തമ്പുരാൻ എന്നാണ്.
അത് അറബി ഭാഷയിലാണ് ഖുർആൻ അവതരിച്ചത്. അതുകൊണ്ട് അറബിയിലുള്ള വാക്ക് പ്രയോഗിച്ചിരിക്കുന്നു. ഈ വാക്ക് ഒരു പൂർണ്ണതയുള്ള വാക്കാണ്. നമ്മൾ മലയാളത്തിൽ പറയും പോലെയുള്ള ഒരു ലാഘവത്വമല്ല, മറിച്ച് സാക്ഷാൽ ദൈവം എന്നുള്ള ആശയം അള്ളാഹ് എന്ന വാക്കിൽ വരുന്നു. എന്നിട്ട് പറയാണ് അവൻ ആരാണ്? അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. ആദ്യം പറയുന്നത് നിങ്ങൾ ആരാധിക്കേണ്ടത് അവനെയാണ് എന്നൊന്നുമല്ല, ആകാശഭൂമികൾ സൃഷ്ടിച്ചത്. നിങ്ങളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ഉണ്ടല്ലോ, നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി, അതുപോലെ നിങ്ങൾ ഇങ്ങനെ കണ്ട് വിസ്മയിച്ചു നിൽക്കുന്ന ആകാശം, ഇവയെല്ലാം സൃഷ്ടിച്ചത് അവനാണ്. എന്നിട്ട് പറയാണ് ഫീ സിത്തത്തി അയ്യാം, 6 നാൾ കൊണ്ടാണ് അവൻ സൃഷ്ടിച്ചത്. എന്താ അങ്ങനെ പറഞ്ഞത്? 6 നാൾ കൊണ്ട് എന്ന് പറയുമ്പോ അവന് 6 നാൾ വേണ്ടി വന്നുവല്ലേ? അതൊരു പരിമിതിയല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലേ? സാധാരണഗതിയിൽ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ. അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാല് അതിനോട് അവൻ പറയും നീ സംഭവിക്കുക, അപ്പൊ അത് സംഭവിക്കും. അപ്പൊ പിന്നെ എന്താണ് 6 നാൾ എന്നൊരു സംശയം. ഇവിടെ ഇതിന്റെ ആശയം യഥാർത്ഥത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നു. നമ്മൾ സൂറ ആല ഇമ്രാനിൽ പഠിക്കുന്നുണ്ടല്ലോ, ആയത്തുകൾ 2 തരത്തിലുണ്ട്. അതിൽ ഒന്ന് നമുക്ക് വേഗം പൊരുൾ മനസ്സിലാവുന്നതാണ്, മറ്റൊന്ന് നമുക്ക് അത്ര വ്യക്തമാകാത്തതാണ്, മുതശാബിഹാണ്. മനസ്സിലാകുന്നത് മുഹ്കമത്താണ്, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട്, അത് നമ്മുടെ അറിവിന് അതിരുകൾ ഉണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താണ്, അല്ലേ? നമ്മൾ ഇനിയും അന്വേഷിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ആ അന്വേഷണങ്ങൾ അള്ളാഹു വെളിപ്പെടുത്താത്തതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പ്രയാസവുമുണ്ട്. ഏതായാലും പല വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോ കഴിച്ചു കൂട്ടുന്ന 6 നാളിലെ, ആഴ്ചയിൽ 6 നാളുണ്ട്, ആ 6 നാളാണോ എന്നൊരു ചർച്ചയുണ്ട്. അതേസമയത്ത് ഖുർആനില് അള്ളാഹുവിന്റെ ദിനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ ദിവസം ഭൂമിയിലെ 1000 വർഷങ്ങളാണ് അവന്റെ ഒരു ദിനം എന്ന് ഖുർആൻ പറയുന്നു. അതേപോലെ ഭൂമിയിലെ 50,000 വർഷമാണ് അള്ളാഹുവിന്റെ ഒരു ദിനം. ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. അതിന്റെ ആഴം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ സാധ്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ആ നമ്പറിൽ നമ്മൾ കുടുങ്ങിപ്പോകേണ്ടതില്ല. ഫീ സിത്തത്തി അയ്യാം. എന്നിട്ടോ തുമ്മ ഇസ്തവ അലൽ അർശ്. തുമ്മ എന്നിട്ട് ഇസ്തവ അവൻ ഉപവിഷ്ടനായി. നമ്മള് കസേരയിൽ ഇരിക്കുന്നതിന് ഇരുന്നു എന്നാണ് പറയാം. പക്ഷെ രാജാവ് ഇരിക്കുമ്പോഴോ ഇത് വേറൊരു ഇരുത്താണ്, അല്ലെ? ഉപവിഷ്ടനാവുക എന്ന് വാക്കവിടെ പ്രയോഗിക്കുന്നു. അൽ അലൽ അർശ്, സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അർശ് സിംഹാസനം, തണൽ, പന്തൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇവിടെ സിംഹാസനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആയത്തുൽ കുർസിയിലെ വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അവന്റെ സിംഹാസനം ആകാശഭൂമികളിൽ വിശാലമായിരിക്കുന്നു എന്നൊരു പ്രയോഗമുണ്ട്, അല്ലെ? അതിന് സമാനമായ ആ ശൈലിയിലുള്ള ഒരു പ്രയോഗമാണ് അവിടെ. കുർസി എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെതാകുന്ന സിംഹാസനം എന്നാണ് പറയാം, അല്ലെ? അങ്ങനെയാണല്ലോ രാജാക്കന്മാരോട് ചേർത്ത് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അങ്ങനെയാണ് പറയാം. നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ആ രാജാവ് പള്ളി ഉറക്കമായി എന്നാണ് പറയാം, അല്ലെ? രാജാവ് മരണപ്പെടുമ്പോൾ മലയാളത്തിൽ തീപ്പെട്ടു എന്ന് പറയും, അല്ലെങ്കിൽ ദിവംഗതനായി, അതല്ലെങ്കിൽ അന്തരിച്ചു എന്നൊക്കെയുള്ള ഉയർന്ന വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെ? അങ്ങനെയാണ്. രാജാവ് എഴുന്നള്ളി എന്നാണ് പറയാം. അദ്ദേഹം വന്നതാണ്, പക്ഷെ എഴുന്നള്ളത്തായിട്ടാണ് പറയാം. ആ ഒരു ശൈലിയില് അള്ളാഹുവിടെ പറയാണ് ഇസ്തവ അലൽ അർശ്, അവൻ സിംഹാസനസ്ഥനായി, സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്ന് അള്ളാഹു തആല അവനെ കുറിച്ച്, അവന്റെ അധികാരത്തെ കുറിച്ച് പറയാൻ. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ പല സംശയങ്ങളും ഉണ്ടാവും. അള്ളാഹു സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറയുമ്പോൾ അവന് കൈകാലുകൾ ഉണ്ടോ എന്നതൊരു സംശയം. അള്ളാഹു രൂപമില്ലാത്തവനാണെന്നല്ലേ? അപ്പൊ പിന്നെ എന്താണ് അങ്ങനെ? അതുപോലെ നമ്മളിപ്പോ ഇരുന്നായിരിക്കും ക്ലാസ് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് അധികം നിന്ന് കേൾക്കാൻ പറ്റില്ല, കാല് വേദനയാവും. അപ്പൊ ഇരിക്കണം, അല്ലെ?
പിന്നെയും ക്ഷീണം തോന്നിയാൽ നമ്മൾ കിടക്കും. അപ്പൊ അള്ളാഹുവിന് അങ്ങനെ ക്ഷീണമുണ്ടോ കസേരയിൽ ഇരിക്കാൻ എന്നുള്ള തോന്നൽ വരും. അപ്പൊ ഇതും മുത്തശാബിഹത്താണ്, നമ്മുടെ മനസ്സിന് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പ്രയോഗമാണ്. അതേസമയം ഇതിന്റെ പിന്നിലുള്ള ആശയം എന്താണ്? പിന്നിലുള്ളത് അവന്റെ അധികാരത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലാണ്. ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരി അള്ളാഹുവാണ്. അതുമായി ബന്ധപ്പെട്ട പ്രയോഗമാണ്. 6 നാൾ കൊണ്ട് ആകാശഭൂമികൾ പടച്ചു. അലൽ അർഷ് എന്ന് പറയുമ്പോൾ 7-ാം നാളിൽ അവൻ ഈ പ്രപഞ്ചത്തിന്റെ അധികാരം ഏറ്റെടുത്ത് ഇത് നിയന്ത്രിക്കാൻ തുടങ്ങി എന്നുള്ള ആശയം അതിലുണ്ട്, അല്ലെ? ബൈബിൾ വിവർത്തകന് അവിടെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. 6 നാൾ കൊണ്ട് ആകാശഭൂമികൾ പടച്ചു, 7-ാം നാൾ ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണ് ഞായറാഴ്ച ഒരു ഹോളിഡേ ആയിട്ട് മാറിയത്. 7-ാം നാളിൽ വിശ്രമമാണ്. അതാണോ ശരി? അങ്ങനെയല്ല. ഒരുപക്ഷെ അത് പരിഭാഷയിൽ വന്ന പിഴവാകാം. വിശ്രമിക്കുകയല്ല, മറിച്ച് പ്രധാനമന്ത്രി അധികാരം ഏറ്റെടുത്ത് ഓഫീസിൽ പ്രവേശിച്ചു എന്ന് പറയും പോലെ അധികാരം ഏറ്റെടുത്ത് നിയന്ത്രിക്കാൻ തുടങ്ങി എന്നാണ് സുമ്മസ്തവ അലൽ അർഷ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ പ്രപഞ്ചങ്ങൾ പടച്ചതും ഇവ നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ് എന്ന് വന്നു. എന്നിട്ട് ഇതിലെ ഒരു പ്രതിഭാസത്തെ അള്ളാഹു പരിചയപ്പെടുത്താൻ ആകശ യോഷി, മൂടി, പൊതിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. റഷിയ എന്ന വാക്കിൽ നിന്നാണ്. ആകശ യോഷി, അവൻ മൂടിപ്പൊതിയുന്നു, അല്ലൈല രാത്രിയെ കൊണ്ട്, അന്നഹാർ പകലിനെ. ശരിക്കും ഒരു പുതപ്പെടുത്ത് തലയിലൂടെ പുതയ്ക്കുന്നത് മാതിരി, അല്ലെ? അങ്ങനെയാണ്. ഇപ്പൊ പകല് കത്തി നിൽക്കും, ഉച്ചയാകുമ്പോൾ പിന്നെ അത് വൈകുന്നേരമാകും. അപ്പൊ ഒരു പുതപ്പ് ഇങ്ങനെ പകലിന്റെ മുകളിലേക്ക് വന്ന് വീഴുകയാണ്. നമ്മൾ സൺസെറ്റ് കാണാൻ കടൽക്കരയിൽ പോയിരിക്കുമ്പോൾ ഉള്ളൊരു അനുഭവം തന്നെയാണ് ഈ പറയുന്നത്. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴില്ലേ, അതിങ്ങനെ ഒരു പൊട്ടുപോലെ താഴ്ന്ന് താഴ്ന്ന് കടലിൽ താഴും പോലെ നമുക്ക് തോന്നുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും താഴ്ന്നു കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കിയാല് ആകെ ഇരുട്ട് പൊതിഞ്ഞിട്ടുണ്ടാവും, അല്ലെ? ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. രാവിനെ കൊണ്ട് അവൻ പകലിനെ പൊതിഞ്ഞു. അപ്പൊ എന്തായി? രാത്രിയായി, അല്ലെ? അങ്ങനെ ആ രാത്രി പിന്നെ വീണ്ടും പകലിലേക്ക് എത്തും. അല്ലാഹു തആല അവിടെ പ്രയോഗിച്ചൊരു വാക്ക് എന്താണ്? അത് ആ രാത്രി ഇങ്ങനെ സഞ്ചരിച്ചിട്ട് അത് പകലിനെ തേടുന്നു എന്നാണ് പറഞ്ഞത്. ആ രാത്രി യത്ലുബു, അത് അന്വേഷിക്കുന്നു, ഹു പകലിനെ, ഹസീസൻ, വളരെ വേഗത്തിൽ ധൃതിയിൽ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ രാത്രി പിന്നെയും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് വീണ്ടും പകലിലെത്തും. ആ പകല് വീണ്ടും സഞ്ചരിച്ച് രാത്രിയെ പ്രാപിക്കും. ഖുർആൻ പൊതുവെ ഇതിന് ഉപയോഗിക്കുന്ന പ്രയോഗം എന്താണ്? ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ, അല്ലെ? ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ മാറി മാറി വരുന്നത് എന്ന പ്രയോഗമാണ്. എന്തിനാ അള്ളാഹു ഇവിടെ ഇത് പറഞ്ഞത്? ആരാണ് ഇത് സംവിധാനിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. രാവും പകലും ഉണ്ടാകുന്നത് നമ്മൾ ആരെങ്കിലും വല്ലതും ചെയ്തിട്ടാണോ? അല്ലല്ലോ. അതിങ്ങനെ മാറി മറിയാണ്. ഇപ്പൊ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിച്ചു, റമളാനാണ്, അല്ലെ? അത് അള്ളാഹു നിശ്ചയിച്ച സമയത്താണ്. ഇപ്പൊ മെല്ലെ മെല്ലെ നേരം വെളുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നോമ്പ് തുറക്കുന്ന സമയമോ അപ്പോഴേക്കത് അസ്തമയ സമയമായി. എല്ലാം അവനാണ് തീരുമാനിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഈ ലോകത്ത് വന്ന ഒരു ഏകാധിപതിയും ഇനി പകൽ ഇങ്ങനെയാണ് രാത്രി അങ്ങനെയാണ് എന്ന് പറഞ്ഞില്ല, അല്ലെ? ഓരോ രാജ്യത്തും ഓരോ ഭൂഖണ്ഡങ്ങളിലും സമയദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇനി മുതൽ നമ്മുടെ നാട്ടില് പകൽ ഇങ്ങനെയായിരിക്കും, രാത്രി അങ്ങനെയായിരിക്കും. അതിന്റെ സമയക്രമത്തിന്റെ കലണ്ടർ നമ്മൾ മാറ്റുകയാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റിയോ? അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പൊടുന്നനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, അല്ലെ? ഇറക്കുമതി തീരുവയിലൊക്കെ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കി. രാജ്യങ്ങളൊക്കെ അങ്കലാപ്പിലാണ്. പക്ഷേ ആ ട്രംപിന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റും: ഞാൻ അധികാരം ഏറ്റെടുത്തത് മുതൽ ഇനി രാത്രി പകലും പകല് രാത്രിയുമായിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ മണിക്കൂർ ഘടനയിൽ വ്യത്യാസം വരുത്താൻ പോവാണ്. അങ്ങനെ പറയാൻ സാധ്യമാണോ? അല്ല. അപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്ന ഒരുവൻ മുകളിലുണ്ട് എന്നാണ് പറയുന്നത്.
എന്നിട്ട് പറയാണ് വശംസ വൽ ഖമറ വൻ നുജൂം, സൂര്യനും നക്ഷത്രവും ചന്ദ്രനും നക്ഷത്രങ്ങളും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മുസഖറാത്തിന്റെ അംരി, അവന്റെ കൽപ്പനയ്ക്ക് വിധേയമാണ്. സഹറ വിധേയമായി, വഴിപ്പെട്ടു എന്നൊക്കെയാണ്, കീഴ്പ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം. മുസഖറാത്ത്, അവ വഴിപ്പെട്ടവയായിരിക്കുന്നു. ബി അംരിഹി, അവന്റെ കൽപ്പനയ്ക്ക്. സൂര്യൻ ഉദിക്കുന്നത്, അസ്തമിക്കുന്നത്, അതിന്റെ ചലനവേഗം, ഓരോ നാട്ടിലെയും പകല് രാത്രി, അതേപോലെ തന്നെ ചന്ദ്രപ്പിറ, ചന്ദ്രന്റെ വളർച്ച വികാസം, ഓരോ മാസവും സംഭവിക്കുന്നത്, അതേപോലെ തന്നെ നക്ഷത്ര സമൂഹം, അത് ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കേണ്ടുന്ന സേവനങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എല്ലാം അവന്റെ കൽപ്പനയ്ക്ക് വിധേയമാണ്. ലോകത്തെ ഒരു ഏകാധിപതിയും ഈ കാര്യത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല, അല്ലെ? സൂറത്തുൽ ബഖറയില് നമ്രൂദും ഇബ്രാഹിം അലൈഹി ഇസ്ലാമും തമ്മിലുള്ള സംവാദമുണ്ട്, അല്ലെ? അപ്പോ നമ്രൂദ് പറയുന്നുണ്ട്, അന ഉഹീ വ ഉമീത്, ഈ രാജ്യത്ത് ആര് ജീവിക്കണം ആര് മരിക്കണം ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാം മറ്റൊരു ചോദ്യം ഉന്നയിക്കുന്നത് എന്തായിരുന്നു? എങ്കില് എന്റെ റബ്ബ് സൂര്യനെ കിഴക്ക് ഉദിപ്പിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നു, എങ്കിൽ നീ അതിനെ നേരെ മറിച്ച് പടിഞ്ഞാറ് ഉദിപ്പിക്കുകയും കിഴക്ക് അസ്തമിപ്പിക്കുകയും ചെയ്യുമോ? അപ്പൊ ബുഹിതല്ലദീ കഫർ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ സത്യനിഷേധി ഉത്തരം മുട്ടിപ്പോയി എന്നാണ്. അതിനാൽ പ്രാപഞ്ചിക സംവിധാനങ്ങൾ ഒന്നിലും ഇടപെടാൻ കഴിയാത്ത ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര ധിക്കാരിയായി മാറുന്നത്, അല്ലെ? തനിക്ക് താൽക്കാലികമായ അധികാരം ലഭിക്കുമ്പോഴേക്ക് മറ്റു മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു, വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു, ഞാൻ പറയുന്നത് കേട്ടാ മതി എന്ന ഏകാധിപതിയുടെ ഭാവത്തിലേക്ക് മാറുന്നു. ഇങ്ങനെയൊക്കെ അല്പനാകാമോ എന്നാണ് അല്ലാഹു മനുഷ്യനോട് ചോദിക്കുന്നത്. അതിനാൽ അല, അറിയുക, ലഹുൽ ഖൽഖ്, അവനാണ് സൃഷ്ടിക്കാനുള്ള അധികാരമെങ്കിൽ വൽ അംർ, കൽപ്പിക്കാനുള്ള അധികാരവും അവനാണ്. വളരെ ക്രീമായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായ പ്രയോഗമാണ്. ഇതിൽ വലിയ ആശയ പ്രപഞ്ചം ഒളിഞ്ഞിരിപ്പുണ്ട്. അല ലഹുൽ ഖൽഖ് വൽ അംർ, എന്നെ സൃഷ്ടിച്ചത് അവനാണെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് കൽപ്പിക്കാനുള്ള അധികാരം അവനാണ്, അല്ലെ? അങ്ങനെയാണല്ലോ. അള്ളാഹുവാണ് ഈ സസ്യലതാദികളെ സൃഷ്ടിച്ചതെങ്കിൽ അവയിൽ എപ്പോൾ പൂവുണ്ടാവണം, കായുണ്ടാവണം, അവ എപ്പോൾ പാകമാവണം, അതെങ്ങനെ പ്രയോജനപ്പെടണം, കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. അള്ളാഹുവാണ് പശുവിനെ സൃഷ്ടിച്ചതെങ്കിൽ, മൃഗങ്ങളെ സൃഷ്ടിച്ചതെങ്കിൽ അവയുടെ പ്രത്യുൽപാദനവും പാലുൽപാദനവും അവയുടെ സേവനങ്ങളും നിശ്ചയിക്കാനുള്ള അധികാരം അവനാണ്. അള്ളാഹുവാണ് ഈ ഭൂമി സൃഷ്ടിച്ചതെങ്കിൽ, നമ്മുടെ നാട് സൃഷ്ടിച്ചതെങ്കിൽ, ഈ രാജ്യം സൃഷ്ടിച്ചതെങ്കിൽ അവന്റെ നിയമം അനുസരിക്കുക എന്നത് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും ബാധ്യതയാണ്. അതല്ലേ ന്യായം? ആലോചിച്ച് നോക്കൂ. ഉമ്മ പറയില്ലേ, ഞാനല്ലടാ നിന്നെ പെറ്റു പോറ്റിയത്, അതിനാൽ ഞാൻ പറയുന്നതാണ് നീ കേൾക്കേണ്ടത്, അല്ലേ? അങ്ങനെ പറയാനുള്ള അധികാരമുണ്ട്, പ്രകൃതിപരമായ ഒരു അധികാരമാണ്. അതാണ് അല ലഹുൽ ഖൽഖ് വൽ അംർ, സൃഷ്ടിക്കാനുള്ള അധികാരം ആർക്കാണോ അവന് തന്നെയാണ് കൽപ്പിക്കാനുള്ള അധികാരവും. അങ്ങനെ വരുമ്പോ എല്ലാ കാര്യങ്ങളിലും ദൈവികമായ ശാസനം നമ്മൾ പാലിക്കണം. ഹലാല് ഹറാമ് നിശ്ചയിക്കാനുള്ള അധികാരം അവനാണ്. പുതിയ കാലത്ത് ലിബറൽ ചിന്താഗതി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം, എന്റെ ജീവിതം എങ്ങനെ വേണോ ഞാൻ തീരുമാനിക്കും, അതിലാരും കൈകടത്തേണ്ടതില്ല, അല്ലെ? എന്റെ സ്വകാര്യതയിൽ ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞ് സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മനുഷ്യന്മാർ. അവിടെയാണ് അലാ ലഹുൽ ഖൽഖ് വൽ അംർ, നിന്നെ പഠിച്ചത് നീയാണോ? അല്ല. എങ്കില് നിനക്കൊരു സൃഷ്ടാവുണ്ടെങ്കിൽ അവനാണ് നിന്റെ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയേണ്ടത്. തബാറകല്ലാഹ്, എന്നിട്ട് പറയാം തബാറക്, അനുഗ്രഹമുടയവനത്രേ, ബർക്കത്തുള്ളവനാണ് അള്ളാഹ്. അള്ളാഹു തആല റബ്ബുൽ ആലമീൻ, സർവ ലോക സംരക്ഷകനായ അള്ളാഹു അനുഗ്രഹമുടയവനത്രേ.
അവൻ മഹത്വമുടയവനത്രേ. തബാറക്ക കൊണ്ട് ആരംഭിക്കുന്ന 2 സൂറകളുണ്ട് അല്ലെ, സൂറത്തുൽ ഫുർഖാനും സൂറത്തുൽ മുൽക്കും. ആ സൂറകളിൽ ഒക്കെ തബാറക്ക അല്ലദീ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ശരിക്കും ഉദ്ദേശിക്കുന്നത് ബർക്കത്തുടയവൻ അള്ളാഹുവാണ്. മറ്റൊരാൾക്ക് അനുഗ്രഹം ചെയ്യാനുള്ള അധികാരം, അതിനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ പറയും അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ, ഇതാ നമ്മുടെ നേതാവ് കടന്നു പോകുന്നു എന്നൊക്കെ പറയാറില്ലേ. യഥാർത്ഥത്തിൽ അതൊരു ഭംഗി വാക്ക് മാത്രമാണ്. അനുഗ്രഹിക്കുവാനുള്ള അധികാരം അള്ളാഹുവിന്. തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക എന്നൊക്കെ പറയും അല്ലെ. ഇന്ന ആളുടെ ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്നൊക്കെ പറയില്ലേ. ബർക്കത്ത് അള്ളാഹുവിനേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല കേട്ടോ. അതാണ് തബാറക്കല്ലാ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. തബാറക്കല്ലാ. നമ്മള് സുജൂദു തിലാവയില് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള സുജൂദ് ഉണ്ടല്ലോ, ആ സുജൂദിൽ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുണ്ട് അല്ലെ. അതിനാൽ അള്ളാഹുവാണ് അനുഗ്രഹമുടയവൻ, വേറെ ആരിലൂടെയും അനുഗ്രഹം പ്രതീക്ഷിക്കരുത് എന്നൊരാശയം കൂടി അവിടെ എടുത്തു പറയണം. അപ്പൊ ഇവനാണ് അള്ളാഹു. ആകാശഭൂമികൾ സൃഷ്ടിച്ച, 6 നാൾ കൊണ്ട് സൃഷ്ടിച്ച, എന്നിട്ട് അധികാരത്തിന്റെ സിംഹാസനത്തിലേറിയ, രാപ്പകലുകൾ സംവിധാനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഈ മഹാപ്രപഞ്ചത്തിലെ വാനലോകത്തെ സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെയും അതേപോലെ സകല സൗരയുധങ്ങളെയും ക്ഷീരപഥങ്ങളെയും എല്ലാം സംവിധാനിച്ചവനായ ഒരേ ഒരുവനാണ് ഈ പ്രപഞ്ചത്തിലെ നാഥൻ. അവനല്ലാത്ത ഒന്നിലും ഈ ശക്തി ഇല്ല. അങ്ങനെ തന്നെ വിശ്വസിക്കണം. മുകളിലത്തെ ആയത്തിൽ വന്നല്ലോ, എന്താണ്, ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചു. ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി തിരിച്ചയച്ചാൽ ഞങ്ങൾ നന്നായിക്കൊള്ളാം. പക്ഷെ ആരും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ള വ്യാമോഹങ്ങളിൽ പെട്ടുപോകരുത് എന്ന് ഖുർആനാണ് ഇവിടെ പറയുന്നത്. എന്നാലും ആൾക്കാര് ഊടുവഴികളിലൂടെ സഞ്ചരിച്ച് ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ ചെന്ന് കബറിടങ്ങളിലും മറ്റും അവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അല്ലെ. അങ്ങനെയാണ് വഴികേടിൽ അകപ്പെട്ടു പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനാൽ ഈ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം, അവന്റെ കൽപ്പനകൾ പാലിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമ്മുടെ നാട്ടിൽ പലതരം നിയമങ്ങൾ വരുമ്പോൾ ഈ ആയത്തുമായി ബന്ധിപ്പിച്ച് നമ്മൾ ചിന്തിക്കണം. അലാ ലഹുൽ ഖൽഖു വൽ അംർ. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവനല്ലേ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് കൽപ്പിക്കേണ്ടത്. വേറെ ആരെങ്കിലും ആണോ? അല്ലല്ലോ. ലോകത്ത് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ആലോചിച്ച് നോക്കൂ. തറാവീഹ് നമസ്കരിക്കരുത്. നമസ്കരിച്ചപ്പോ വീട്ടുകാരെയും കൂട്ടി നമസ്കരിച്ചപ്പോ UP-യിൽ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചോണ്ട് പോയി. എന്നിട്ട് 5 ലക്ഷം രൂപ ഫൈൻ ഇട്ടിരിക്കുകയാണ്. കാരണം അയാൾ തറാവീഹ് നിസ്കരിച്ചു. അപ്പോ ഞാൻ ആർക്കാണ് ഇബാദത്തുകൾ ചെയ്യേണ്ടത്? ആരാണ് തീരുമാനിക്കേണ്ടത്? ഗവൺമെന്റ് ആണോ? അല്ലല്ലോ, മറിച്ച് അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത്. അതിലാണ് ഒരു കൈവെക്കുന്നത് അല്ലെ. തറാവിഹ് നമസ്കരിച്ച് വഴിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാരെ കൊണ്ട് ജയ് ശ്രീരാം വിളിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പലതും ഇപ്പോൾ ആനുകാലിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഗുരുതരമായ സംഭവങ്ങൾ അവിടെയൊക്കെ ആലോചിക്കണം. ഹലാല് ഹറാമ് നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കാണ്? ഞാൻ എന്ത് കഴിക്കണം കഴിക്കരുത്, ഭക്ഷണം പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു വിവാദ വിഷയമാണ് അല്ലെ. ചിലത് കഴിക്കരുത്, ചിലത് ഉപയോഗിക്കരുത്, നിഷിദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ലഹളയും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. എന്നെ സൃഷ്ടിച്ചത് ഒരുവനാണെങ്കിൽ അവനാണ് ഞാൻ എന്ത് കഴിക്കണം കഴിക്കരുതെന്ന് തീരുമാനിക്കാനുള്ള അധികാരം. ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട് ചർച്ചയാണ് അല്ലെ. മുസ്ലിം വനിതകൾ ഈ മഫ്തയുടെ പർദ്ദയുടെ അകത്ത് പെട്ടുപോയല്ലോ, ഇങ്ങനെയെങ്കിലും അവരൊന്ന് രക്ഷപ്പെടുത്തണം. ആരാ വിളിച്ചു പറയുന്നത്? യുക്തിവാദികളും നിരീശ്വരവാദികളും ഭൗതികന്മാരുമാണ്. എന്തിനാണ്? അവർക്ക് ആസ്വദിക്കണം, അത്രേ ഉദ്ദേശമുള്ളൂ. അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽപ്പനയാവണം, അതിന് ശരീരം കാണിച്ചു നടക്കണം. അപ്പോഴല്ലേ അതിൽ പുരട്ടാനും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സൗന്ദര്യവർദ്ധന വരുത്താനൊക്കെ പറ്റും. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കച്ചവടം കിട്ടും. അതുകൊണ്ട് ഈ പർദ്ദയും മഫ്തയും ഒന്ന് അഴിച്ചു കിട്ടണം. ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം.
വേറെ ഉദ്ദേശമൊന്നുമില്ല. അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ടെങ്കിൽ അവൻ പറയുന്നു നിന്റെ ശരീരത്തെ നീ സംരക്ഷിക്കണം, അത് ആളുകൾക്ക് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടതല്ല എന്ന് പഠിപ്പിക്കുന്നു. അതിനാൽ അലാ ലഹുൽ ഖൽഖു വൽ അംർ, ഈ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകും. ഈ ആയത്തിലെ ഈ ഒരു ആപ്തവാക്യം അലാ ലഹുൽ ഖൽഖു വൽ അംർ, ഇത് മനസ്സിൽ നന്നായിട്ട് കൊണ്ടു നടക്കണം. നമ്മൾ നോമ്പെടുക്കാണ്, കാരണം അവൻ കൽപ്പിച്ചിട്ടാണ്. അവനാണ് എന്നെ സൃഷ്ടിച്ചതെങ്കിൽ എൻ്റെ ശരീരം ഇങ്ങനെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് അവന് വഴിപ്പെടണം. എൻ്റെ മനസ്സും എൻ്റെ ചിന്തയും ജീവിതവും അവനാണ് കൽപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നോമ്പെടുത്തത്. ഇങ്ങനെ എല്ലാത്തിനും ഉത്തരമാണ് ഈ പ്രയോഗം എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു അവനെ എങ്ങനെ സമീപിക്കണം എന്ന് പറഞ്ഞു തരികയാണ്. 55-ാമത്തെ ആയത്ത്, ഉദ്ഉ റബ്ബക്കും, ദഅ യദ്ഉ, വിളിച്ചു പ്രാർത്ഥിച്ചു. ഉദ്ഉ, നീ വിളിക്കുക. ഉദ്ഉ, നിങ്ങൾ വിളിക്കുവിൻ. റബ്ബക്കും, നിങ്ങളുടെ നാഥനെ. എങ്ങനെ വിളിക്കണം? 2 കണ്ടീഷൻ പറയാണ്. തളർറുഅൻ വഖുഫിയ. തളർറു, ഒന്നാമത്തേത് വളരെ വിനീതനായിട്ട് താഴ്മയോട് കൂടിയിട്ട് വിളിക്കണം, തളർറു. ഖുഫിയ, രഹസ്യമായിട്ട് വിളിക്കണം, പതിഞ്ഞ സ്വരത്തിൽ വിളിക്കണം. 2 കണ്ടീഷനാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു പറയുന്നത് എന്ന് കാണും. 2 കണ്ടീഷൻ പറയാണ്. അതിൽ ഒന്ന് തളർറു ആണ്. ശരിക്കും ആ വാക്ക് ആഴമേറിയൊരു പ്രയോഗമാണ്. നമ്മൾ വിനയം എന്ന് പറയുമെങ്കിലും എന്താ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? തളർറു, വിനയം എന്ന് പറയുമെങ്കിലും ശരിയായ ആശയം കുറച്ച് ആഴമേറിയതാണ്. ലറഅ എന്നൊരു വാക്കുണ്ട്. ലറഅ എന്ന് പറഞ്ഞാൽ ആടിന്റെ പശുവിന്റെ ഒക്കെ അകിടുണ്ടല്ലോ, പാൽ ചുരത്തുന്ന അകിടിനാണ് ലറഅ എന്ന് പറയും. അപ്പോ ആട്ടിൻകുട്ടി ഈ തള്ളയാടിന്റെ ചുറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കാറില്ലേ? ഇപ്പൊ ആടിനെയൊക്കെ ആരെ കാണുന്നല്ലേ? പഴയകാലത്ത് വീട്ടിലൊക്കെ ആടിനെ വളർത്താറുണ്ടായിരുന്നു. അപ്പൊ തള്ളയാടിന്റെ ചുറ്റില് ഈ ആട്ടിൻ കുഞ്ഞിങ്ങനെ കറങ്ങി നടക്കും. എന്നിട്ടോ അതിനിങ്ങനെ തൊട്ടുരുമും. അപ്പൊ ആട് ആ ആട്ടിൻ കുഞ്ഞിനെ നക്കി തുടക്കും. അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ആട്ടിൻകുട്ടി ഒന്ന് ചുരത്തിയോന്ന് തട്ടി നോക്കും. ആ അകിടില് ചുരത്തിയിട്ടുണ്ടെങ്കിൽ പാല് കുടിക്കും. കുടിച്ചു കഴിഞ്ഞിട്ട് അത് പിന്നെ ഓടും. കുറെ നേരം ഓടിക്കളിച്ച് പിന്നെയും തള്ളയാടിന്റെ അടുക്കൽ വന്ന് ചുറ്റിക്കറങ്ങി അതിനെ തൊട്ടുരുമ്മി പിന്നെയും തട്ടി നോക്കും. അല്ലെ? ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അങ്ങനെയാണ്. എങ്ങനെ? നമ്മളിപ്പോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 നേരവും അള്ളാഹുവുമായിട്ട് വളരെ അടുത്തിടപഴകുകയാണ് നമസ്കാരത്തില്. അങ്ങനെ പ്രാർത്ഥിച്ച് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ചിലരെങ്കിലും പറയല്ലോ, ഞാൻ എത്ര പ്രാർത്ഥിച്ചു ഇതുവരെ കിട്ടിയില്ലല്ലോ, എനിക്ക് പ്രാർത്ഥിക്കാൻ മടുപ്പ് തോന്നുന്നു എന്നൊക്കെ ചിലർ പറയുന്നു. ശരിക്കും ഈ തള്ളയാടിന്റെ ചുറ്റിലും കുഞ്ഞാട് ഓടിക്കളിക്കുന്ന പോലെ അവനെ ഇങ്ങനെ വലയം ചെയ്ത് നിരന്തരമായിട്ട് തൊട്ട് ഉരുമ്മി നിൽക്കണം. അപ്പോഴാണ് അള്ളാഹു അവന്റെ റഹ്മത്ത് ചുരത്തുക. അത് തവാഫിൽ നമുക്ക് ശരിക്കും പ്രകടമായിട്ട് കാണാം. അല്ലെ? തവാഫിൽ കഅബയുടെ ചുറ്റിൽ നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടോ ഇടയ്ക്കിടയ്ക്ക് ചുരത്തുന്നുണ്ടോ എന്ന നിലയ്ക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഹജറുൽ അസ്വദിനും കഅബയുടെ വാതിലിനും ഇടയില് ഒരു ചുരത്തുന്ന അകിടുണ്ട്. അല്ലെ? മുൽത്തസം എന്ന് പറയുന്ന ഇടത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഇടമാണിത്. അതുപോലെ കഅബയുടെ ചുറ്റിലും പല സംവിധാനങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് ചിഹ്നങ്ങൾ കാണുന്നുണ്ട്. അവിടെ ഹിജ്ർ ഇസ്മായിൽ ഉണ്ട്, അതുപോലെ തന്നെ റുക്കുനുൽ യമാൻ ഉണ്ട്, മഖാമു ഇബ്രാഹിം ഉണ്ട്. ഇതൊക്കെ ഓരോ അകിടുകളായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. സഫയുണ്ട്, മറുവയുണ്ട്. ഇങ്ങനെ അള്ളാഹുവിനെ ചുറ്റിലും കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വല്ലാതെ വിനീതരായിട്ട് മാറും, അള്ളാഹുമായിട്ട് അങ്ങേയറ്റം അടുത്തവരായിട്ട് മാറും. ഉദ്ഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിക്കൂ. തളർറുഅൻ, വിനീതരായിട്ട്, യാചിക്കുന്നവരായിട്ട്. നിന്നോടല്ലാതെ മറ്റാരോട് ചോദിക്കാനാണ് എന്ന നിലയ്ക്ക് കരഞ്ഞ് കരഞ്ഞ് മനസ്സ് ശുദ്ധീകരിച്ച്
അഹംഭാവങ്ങളെല്ലാം മാറ്റിവെച്ച് നിഷ്കളങ്കരായിട്ട് കൊച്ചു കുഞ്ഞിനെ പോലെ അവന്റെ മുമ്പിൽ തേങ്ങിക്കരഞ്ഞ് ചോദിക്കാനാണ് തളർവ്. അപ്പൊ ശരിക്കും പ്രാർത്ഥന ഒരു കാര്യം ചോദിച്ചു വാങ്ങുന്ന ഒരു ഏർപ്പാടല്ല, മറിച്ച് നമ്മുടെ മനസ്സും പ്രകൃതവും ഒക്കെ കൂടുതൽ വിനയമുള്ളതാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണല്ലോ, നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്, ഒരാളുടെ പക്കൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ പല ശൈലിയിൽ നമ്മൾ ചോദിക്കൂലേ, നമ്മൾ ചിരിച്ചു നോക്കും, സംസാരിച്ചു നോക്കും, അയാൾക്ക് ഗിഫ്റ്റ് കൊടുത്തു നോക്കും, അല്ലേ? അല്ലെങ്കിൽ പരിചയമുള്ള ഒരാളെ കൊണ്ട് റെക്കമെൻഡേഷൻ നടത്തി നോക്കും. ഇങ്ങനെ പല തരത്തിലാണ് ചെയ്യുക. ഇവിടെ അള്ളാഹുവെ പ്രാപിക്കുമ്പോൾ വിനീതരായിട്ടായിരിക്കണം എന്ന് പറയാം. രണ്ടാമത്തെ കണ്ടീഷൻ ഹുഫിയ, പതിഞ്ഞ സ്വരത്തിലാവണം. അമിതമായി ബഹളം കൂട്ടിയിട്ട് വമ്പിച്ച ലൗഡ് സ്പീക്കർ സിസ്റ്റം ഒക്കെ വെച്ച് ബഹളം കൂട്ടി പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്, അല്ലെ? അതേസമയം ആളുകൾ കൂടുമ്പോൾ, ഇപ്പൊ പള്ളിയിലാണെങ്കിൽ, ഈദ്ഗാഹിലാണെങ്കിൽ ആളുകൾ കൂടുമ്പോൾ അവർ കേൾക്കാനുള്ള ശബ്ദം വേണ്ടി വരും. എന്നതിനപ്പുറത്ത് ഭയങ്കര ബഹളമാക്കുന്ന രീതികളില്ലേ, അങ്ങനെയുള്ള സദസ്സുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ബഹളം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളോട് പറയുന്നുണ്ട്, നിന്റെ റബ്ബ് പൊട്ടനല്ല, നിന്റെ റബ്ബ് ചെകിട് പൊട്ടനല്ല എന്ന് പറയുന്നുണ്ട്. അത് വല്ലാത്തൊരു വാക്കാണ്. ബഹളം വെച്ച് പ്രാർത്ഥിക്കാം, അങ്ങനെ വേണ്ടതില്ല. ഹുഫിയ, പതിഞ്ഞ സ്വരത്തിൽ മതി. ഇപ്പൊ നമസ്കാരം തന്നെ നമ്മൾ തനിച്ചാകുമ്പോൾ ശബ്ദമില്ലാതെയാണ് നമസ്കരിക്കുന്നത്. ഇനി ഇമാം ഉണ്ടെങ്കിൽ അതും ആളുകൾ കേൾക്കാനുള്ള ശബ്ദം വേണം, അതിനപ്പുറം വേണ്ടതില്ല. ചില പള്ളികൾ നമസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടപ്രാർത്ഥനകൾ നടക്കുന്നു, അല്ലെ? ബഹളമയമായി മൈക്ക് വെച്ചുകൊണ്ടാണ് നടക്കുക. അപ്പൊ ശരിക്കും പിറകിൽ താമസിച്ചു വന്ന് നമസ്കരിക്കുന്നവരുണ്ട്, അവരുടെ നമസ്കാരം ആകെ ഡിസോർഡർ ആയി പോകും. ചിലപ്പോൾ റക്അത്തിന്റെ എണ്ണം ഓർമ്മയുണ്ടാവില്ല, എന്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാവില്ല. ഇങ്ങനെയാണ് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കടന്നുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഖുർആനാണ് പറയുന്നത്. വിനീത വിധേയരായിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പ്രാർത്ഥിക്കണം. പതിഞ്ഞ സ്വരത്തിലാകുമ്പോഴാണ് ആ പ്രാർത്ഥന മനസ്സുമായിട്ട് ബന്ധപ്പെടുക. അല്ലെങ്കിലോ അതൊരു ബഹളവും എന്തൊക്കെയോ ശബ്ദഘോഷങ്ങളും വിളിച്ചു പറയലും മാത്രമായിട്ട് മാറിപ്പോവും എന്നുള്ളതാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, ഇന്നഹു നിശ്ചയം അവൻ, ലാ യുഹിബ്ബു അവൻ സ്നേഹിക്കുന്നില്ല, അൽ മുഅ്തദീൻ പരിധി വിട്ടു പോകുന്ന ആളുകളെ, അതിര് കവിയുന്നവരെ അവൻ സ്നേഹിക്കുന്നില്ല. അപ്പൊ നമസ്കാരത്തിലൊക്കെ ആ ഒരു മിതത്വം പാലിക്കണം. വർത്തമാനം പറയുമ്പോഴും ആവശ്യത്തിന് വേണ്ടുള്ളൂ, അല്ലെ? ഒരാൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞാൽ മതിയല്ല. ബഹളം കൂട്ടി സംസാരിക്കുന്ന ശൈലി പ്രയോജനകരമല്ല എന്നാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അതിനാൽ അതിര് കവിയൽ എല്ലാ കാര്യത്തിലുണ്ട്. നമ്മള് അപ്പൊ സ്വലാത്തല്ലേ, ദുആ അല്ലേ, അള്ളാഹുവോടല്ലേ, നല്ല കാര്യമല്ലേ, അതുകൊണ്ട് നല്ല പവറുള്ള മൈക്കായിക്കോട്ടെ എന്ന് തീരുമാനിക്കും. എന്നിട്ട് അതിനെ എക്കോ ഫിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ആക്കി ആകപ്പാടൊരു ബഹളമയമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതാണ്. അത് അള്ളാഹുവിന്റെ ദീനില് ഇല്ല എന്നുള്ള. എല്ലാ കാര്യത്തിലും മിതത്വം ഉണ്ടാവണം, എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ ഉണ്ടാവണം, അതിന് അതിൻ്റെതായ ഒരു പൂർണ്ണത ഉണ്ടാവണം. ഒരു ഏച്ചു കെട്ടിയ പോലെ ഉള്ള ഒരവസ്ഥയിൽ കൃത്രിമത്വം തോന്നുന്ന ഒന്നും അള്ളാഹുവിന്റെ ദീനിലില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് ആയത്തുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? അള്ളാഹുവെ ആദ്യം പരിചയപ്പെടുത്താണ് ചെയ്തത്, അല്ലെ? അവന്റെ കൽപ്പനയാണ് അവന്റെ സൃഷ്ടികൾ അനുസരിക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് അവനുമായിട്ട് കണക്ട് ചെയ്യാണ്. അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? പ്രാർത്ഥനയാണ്. അവനോട് അങ്ങോട്ട് കാര്യങ്ങൾ പറയുക. അപ്പൊ അവൻ ഉത്തരങ്ങൾ തരും, ഖുർആനിലൂടെ തരും. നമ്മുടെ ജീവിതത്തിൽ ആ ഉത്തരങ്ങൾ അനുഭവപ്പെടും എന്നുള്ളതാണ്. അവനുമായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്കാണ് അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത്. ഇബാദത്തിന്റെ മജ്ജയാണ് പ്രാർത്ഥന. നിങ്ങൾ അള്ളാഹുവെ വിളിക്കുന്നില്ലെങ്കിൽ അവനും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധം? മാ യഅബഉ ബിക്കും റബ്ബി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ ആവശ്യപ്പെടാൻ, എന്റെ റബ്ബ് നിങ്ങളെ എന്ത് പരിഗണിക്കാനാണ്? ലൗല ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ നിങ്ങളും അള്ളാഹും തമ്മിലുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോവില്ലേ? അള്ളാഹുമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അത് പഠിച്ച് പ്രാർത്ഥിക്കണം. കാണാതെ പഠിക്കാം,
ഖുർആനിലെ പ്രാർത്ഥനകൾ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ, പക്ഷെ അതിന്റെ അർത്ഥവും ആശയം അറിയണം. കുറെ വാക്കുകൾ ഉരുവിടലല്ല പ്രാർത്ഥന, മനസ്സിൽ നിന്ന് ഉയരുന്നതാവണം. അവനവന്റെ സങ്കടങ്ങളും പ്രശ്നങ്ങളും പറയാൻ ഭാഷ ഒരു വിഷയമേ അല്ല. ഇപ്പൊ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള മുഹൂർത്തങ്ങളിലൂടെയാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ നമസ്കാര ശേഷം, പാതിരാവിലെ, അതുപോലെ നോമ്പ് തുറക്കുന്ന സമയം, അതുപോലെ തന്നെ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയം, ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. അല്ലാഹുമായുള്ള നമ്മുടെ ബന്ധം സുദൃഢമാകും. അല്ലാഹുവേ, നിരന്തരമായി ഞങ്ങളുടെ കൈകൾ നിന്നിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നാഥ, ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ നാഥ. നിന്നെ അറിഞ്ഞ് ഉൾക്കൊണ്ട് നിന്നിൽ വിശ്വാസം അർപ്പിക്കാൻ തൗഫീക്ക് നൽകണേ റബ്ബേ. ഈ പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച, ഞങ്ങളെ സൃഷ്ടിച്ച, ഞങ്ങൾക്കായി സൂര്യചന്ദ്രന്മാരെ സംവിധാനിച്ച, രാപ്പകലുകൾ സംവിധാനിച്ച അല്ലാഹു, നീയാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ. അല്ലാഹുവേ, ആ നിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ വിശദാംശങ്ങളിലും നിന്റെ വിധിവിലക്കുകൾ പാലിച്ചു മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. ഈ പുണ്യകരമായ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ നീ തട്ടി മാറ്റല്ല നാഥ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ റബ്ബേ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും കാവൽ നൽകണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ, അവശരായ സഹോദരി സഹോദരങ്ങൾക്കെല്ലാം സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ആരോഗ്യവും സൗഖ്യവും നൽകണേ നാഥ. ദീർഘായുസ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.